ഹായ് ഹലോ ഗേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കഥകളിയിലെ 5 പ്രീവിയസ് ഇയർ പോയിൻറ്റ്സിന് ശേഷം നമ്മൾ പറയുന്ന പോയിൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. കത്തി, കരി, താട്ടി, പച്ച, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. ഏതൊക്കെയാണ് കഥകളിയിലെ വേഷങ്ങളായിട്ട് വരുന്നത്? കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കത്തി, കരി, താടി, പച്ച, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. അടുത്ത പോയിന്റിലേക്ക് പോവാം. വെട്ടത്ത് രാജാവ് ഇൻട്രൊഡ്യൂസ്ഡ് ചെണ്ട ഇൻസ്റ്റഡ് ഓഫ് തൊപ്പിമണ്ഡലം. അപ്പോൾ വെട്ടത്ത് രാജാവാണ് കഥകളിയിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ചെണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻസ്റ്റഡ് ഓഫ് എന്തിന് പകരമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? തൊപ്പിമണ്ഡലം. അപ്പോൾ തൊപ്പിമണ്ഡലത്തിനെതിരെ തൊപ്പിമണ്ഡലത്തിന് പകരമായി ചെണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിൽ? കഥകളിയിൽ. ആര്? വെട്ടത്ത് രാജാവ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? മദ്ദളം, എടയ്ക്ക. അപ്പം കഥകളിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഏതൊക്കെ? മദ്ദളവും എടയ്ക്കയും. കഥകളിയിൽ ഉപയോഗിക്കുന്ന രാഗമാണ് കാന്താരം. കഥകളിയിൽ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് കാന്താരം. സ്ത്രീ വേഷത്തിന് ഉപയോഗിക്കുന്നതാണ് ചെണ്ട. കഥകളിയിൽ സ്ത്രീ വേഷം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ചെണ്ട. അപ്പോൾ ഈ 5 പോയിൻറ്റ്സും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. കത്തി, കരി, താടി, പച്ച, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. വെട്ടത്ത് രാജാവ് ചെണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻസ്റ്റഡ് ഓഫ് തൊപ്പിമണ്ഡലം. ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? കഥകളിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മദ്ദളവും എടയ്ക്കയും. കഥകളിയിൽ ഉപയോഗിക്കുന്ന രാഗമാണ് കാന്താരം. സ്ത്രീ വേഷത്തിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചെണ്ട. ഓക്കെ.